നമസ്കാരം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പരയ്ക്ക് വ്യാഴാഴ്ച നാഗ്പൂരിൽ തുടക്കമാവുകയാണ്. 3 മത്സരങ്ങളുടെ പരമ്പരയിലാണ് ഇരു ടീമുകളും പോരടിക്കുക. 5 T20കളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ കശാപ്പു ചെയ്ത ഇന്ത്യ ഇനി ഏകദിനത്തിലും ആധിപത്യം അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ വളരെ അനുഭവ സമ്പത്തേറിയ ടീമിനെയാണ് ഏകദിനത്തിൽ ഇന്ത്യ അണിനിരത്തുക. ഏകദിന ഫോർമാറ്റിലുള്ള ICC ചാമ്പ്യൻസ് ട്രോഫി ഈ മാസം തുടങ്ങാനിരിക്കുന്നതിനാൽ തന്നെ ഏറ്റവും മികച്ച ടീം കോമ്പിനേഷൻ കണ്ടെത്താൻ ഈ പരമ്പര ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യും. ടീമിൽ പരീക്ഷണങ്ങൾക്കൊന്നും ഈ പരമ്പരയിൽ ഇന്ത്യ മുതിരാനിടയില്ല. ഏറ്റവും ശക്തമായ പ്ലേയിങ് 11 ആയിരിക്കും ഇന്ത്യ ഇറക്കുക. ചില താരങ്ങൾക്ക് വാട്ടർ ബോയ്സായി ബെഞ്ചിൽ ഇരിക്കേണ്ടതായും വരും. ടീമിൽ നിന്നും രോഹിത് മാറ്റി നിർത്താനിടയുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. യുവ അഗ്രസീവ് ഓപ്പണറും ഇടം കൈയ്യൻ ബാറ്ററുമായ യശസ്വി ജയ്സ്വാളാണ് ആദ്യ ഏകദിനത്തിൽ അവസരം ലഭിക്കാനിടയില്ലാത്ത ഒരാൾ. ഇതാദ്യമായാണ് താരം ഏകദിന ടീമിന്റെ ഭാഗമായിരിക്കുന്നത്. ഇതിനോടകം കളിച്ച ടെസ്റ്റ് T20 ഫോർമാറ്റുകളിൽ തകർപ്പൻ പ്രകടനങ്ങളുമായി അദ്ദേഹം ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ഇനി ഇംഗ്ലണ്ടിനെതിരെ ഏകദിനത്തിലും ഹൈസ്ട്രി കുറിക്കാമെന്ന പ്രതീക്ഷയിലാണ് ജയ്സ്വാൾ ഉള്ളത്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ 53.96 ശരാശരിയിൽ 1511 റൺസ് നേടിയിട്ടുള്ള ബാറ്ററാണ് അദ്ദേഹം. പക്ഷെ ആദ്യ ഏകദിനത്തിൽ ജയ്സ്വാളിനെ കളിപ്പിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം രോഹിത് ശർമ്മയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് പങ്കാളി യുവതാരം ശുഭ്മാൻ ഗില്ലാണ്. ഈ പരമ്പരയിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായതിനാൽ തന്നെ 11-ൽ നിന്നും മാറ്റി നിർത്താനും കഴിയില്ല. ഈ കാരണത്താൽ ജയ്സ്വാളിന് ബെഞ്ചിലേക്ക് ഒതുങ്ങേണ്ടതായും വരും. 2020 മുതലുള്ള കണക്കുകൾ എടുത്താൽ ഏകദിനത്തിൽ ഇന്ത്യക്കായി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് ഗില്ല. 60.84 ശരാശരിയിൽ 102.48 സ്ട്രൈക്ക് റേറ്റിൽ 2312 റൺസും അദ്ദേഹം അടിച്ചെടുത്തിട്ടുണ്ട്. 2023 ഏകദിന ലോകകപ്പിലും ഇന്ത്യയുടെ ഓപ്പണിംഗ് പങ്കാളി ഗില്ലായിരുന്നു. ഈ ജോഡി ടൂർണമെന്റിൽ ഉടനീളം ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്താണ് ആദ്യ ഏകദിനത്തിൽ വാട്ടർ ബോയായി മാത്രം ഒതുക്കപ്പെടാനിടയുള്ള രണ്ടാമത്തെയാൾ. പകരം KL രാഹുലിനെയാകും വിക്കറ്റ് കീപ്പറായി ഇന്ത്യ കളിപ്പിച്ചേക്കുക. കാർ അപകടത്തിലേറ്റ പരിക്ക് കാരണം 1 വർഷത്തിലേറെ കാലം പുറത്തിരുന്ന ഋഷഭ് കഴിഞ്ഞ വർഷം ശ്രീലങ്കയ്ക്കെതിരായ കളിയിലൂടെയാണ് ഏകദിനത്തിലേക്ക് മടങ്ങി വന്നത്. പക്ഷേ വെറും 6 റൺസ് മാത്രമേ തിരിച്ചുവരവ് മത്സരത്തിൽ താരത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. മത്സരത്തിൽ ഇന്ത്യ 110 റൺസിന് തോൽക്കുകയും ചെയ്തു. ഏകദിനത്തിൽ ഋഷഭിന്റെ കരിയർ അത്ര ഗംഭീരമല്ല എന്ന് കാണാം. 27 ഇന്നിംഗ്സിൽ നിന്നും 33.5 ബാറ്റിംഗ് ശരാശരിയാണ് അദ്ദേഹത്തിനുള്ളത്. 4-ാം നമ്പറിലെ സീറ്റ് ശ്രേയസ് അയ്യർ ഉറപ്പാക്കിയതിനാൽ തന്നെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായും ഋഷഭിനെ ആദ്യ കളിയിൽ ഇന്ത്യക്ക് ഇറക്കാൻ സാധിക്കില്ല. യുവ ഫാസ്റ്റ് ബോളറും ഗൗതം ഗംഭീറിന് പ്രിയപ്പെട്ടവനുമായ ഹർഷിത് റാണയാണ് ആദ്യ ഏകദിനത്തിൽ അവസരം കിട്ടാൻ ഇടയില്ലാത്ത അടുത്തയാൾ. പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമിക്കൊപ്പം ഉജ്ജ്വല ഫോമിലുള്ള അർഷ്ദീപ് സിംഗുമായിരിക്കും ഇന്ത്യൻ 11-ലെ പ്രധാന പേസർമാർ. ബാറ്റിംഗിന് കൂടുതൽ ആഴം കൂട്ടുന്നതിനായി സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയെയും അക്ഷർ പട്ടേലിനെയും ഇന്ത്യ ഒരുമിച്ച് കളിപ്പിച്ചേക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഹർദിക് പാണ്ഡ്യ അടക്കം 3 ഓൾറൗണ്ടർമാർ 11-ൽ ഉണ്ടാകും. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് ആയിരിക്കും പ്ലേയിങ് 11-ൽ എത്തുക.